പ്രഥമസ്കന്ധ അഥ ദ്വാദശോऽധ്യായ ശൗനക ഉവാച അശ്വത്ഥാമനോപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരുതേജസാ ഉത്തരായാ ഹതോ ഗർഭ ഈശേനാജീവിത പുനഃ. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അശ്വത്ഥാമനാ ഉപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണ ഉരുതേജസാ ഉത്തരായാഹ ഹതഃ ഗർഭഃ ഈശേന ആജീവിതഃ പുനഃ. അടുത്ത ശ്ലോകം 2. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യഥൈവാസീത് സപ്രേത്യഗതവാൻ യഥാ. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യഥാ ഏവ ആസീത് സഹ പ്രേത്യ ഗതവാൻ യഥാ. അടുത്ത ശ്ലോകം 3. തദിദം ശ്രോതുമിച്ഛാമോ ഗദിതും യദി മന്യസേ ബ്രൂഹി നഃ ശ്രദ്ധധാനാനാം യസ്യ ജ്ഞാനമദാച്ഛുകഃ. ഇതാണ് 3-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ പദങ്ങളെ നോക്കാം. തത് ഇദം ശ്രോതും ഇച്ഛാമഃ ഗദിതും യദി മന്യസേ ബ്രൂഹി നഃ ശ്രദ്ധധാനാനാം യസ്യ ജ്ഞാനം അദാത് ശുകഃ. അടുത്ത ശ്ലോകം 4. സൂത ഉവാച അബീബലധർമ്മരാജ പിതൃവദ്രഞ്ജയൻ പ്രജാ നിസ്പൃഹ സർവകാമേഭ്യഃ കൃഷ്ണപാദാബ്ജസേവയാ. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അബീബലത് ധർമ്മരാജ പിതൃവത് രഞ്ജയൻ പ്രജാഃ നിസ്പൃഹ സർവകാമേഭ്യഃ കൃഷ്ണപാദാബ്ജസേവയാ. അടുത്ത ശ്ലോകം 5. സമ്പദഃ ക്രതവോ ലോകാ മഹിഷീ ഭ്രാതരോ മഹീ ജംബൂദ്വീപാധിപത്യൻ ച യശശ്ച ത്രിദിവം ഗതം. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സമ്പദഃ ക്രതവഃ ലോകാഃ മഹിഷീ ഭ്രാതരഃ മഹീ ജംബൂദ്വീപാധിപത്യം ച യശഃ ച ത്രിദിവം ഗതം. അടുത്ത ശ്ലോകം 6. കിന്തേ കാമാ സുരസ്പാർഹാ മുകുന്ദ മനസോ ദ്വിജാ അധിജഹ്രുർമുദം രാജ്ഞഃ ക്ഷുധിതസ്യ യഥേതരേ. ഇതാണ് 6-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കിം തേ
കാമാഹ സുരസ്പാരഹാഹ മുകുന്ദമനസഃ ദ്വിജാഹ അധിജഹ്രുഃ മുദം രാജ്ഞഃ ക്ഷുധിതസ്യ യഥാ ഇതരേ. അടുത്ത ശ്ലോകം 7. മാതുർഗർഭഗതോ വീര സതദാ ഭൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിദ്ദഹ്യമാനോസ്ത്രതേജസാ. ഇതാണ് 7ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മാതു ഗർഭഗത വീര സഹ തദാ ഭൃഗുനന്ദന ദദർശ പുരുഷം കഞ്ചിത് ദഹ്യമാന അസ്ത്രതേജസാ. അടുത്ത ശ്ലോകം 8. അങ്കുഷ്ഠമാത്രമമലം സ്ഫുരത്പുരടമൗലിനം അപീച്യദർശനം ശ്യാമം തടിദ്വാസസമച്യുതം. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അങ്കുഷ്ഠമാത്രം അമലം സ്ഫുരത്പുരടമൗലിനം അപീച്യദർശനം ശ്യാമം തടിദ്വാസസം അച്യുതം. അടുത്ത ശ്ലോകം 9. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ഡലം ക്ഷതജാക്ഷം ഗദാപാണിമാത്മനഃ സർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗദാം മുഹുഃ. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ചനകുണ്ഡലം ക്ഷതജാക്ഷം ഗദാപാണിം ആത്മനഃ സർവതോദിശം പരിഭ്രമന്തം ഉൽക്കാഭാം ഭ്രാമയന്തം ഗദാം മുഹുഃ. അടുത്ത ശ്ലോകം 10. അസ്ത്രതേജസ്വഗദയാ നീഹാരമിവ ഗോപതി വിധമന്തം സന്നികർഷേ പര്യൈക്ഷതക ഇത്യസൗ. ഇതാണ് 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അസ്ത്രതേജ സ്വഗദയാ നീഹാരം ഇവ ഗോപതി വിധമന്തം സന്നികർഷേ പര്യൈക്ഷത കഹ ഇതി അസൗ. അടുത്ത ശ്ലോകം 11. വിധൂയ തദമേയാത്മാ ഭഗവാൻ ധർമ്മഗുവിഭു മിഷതോ ദശമാസ്യസ്യ തത്രൈവാന്തർദധേ ഹരി. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിധൂയ തത് അമേയാത്മാ ഭഗവാൻ ധർമ്മഗു വിഭു മിഷതഃ ദശമാസ്യസ്യ തത്ര ഏവ അന്തർദധേ ഹരി. അടുത്ത ശ്ലോകം 12. തതഃ സർവഗുണോദർക്കേ സാനുകൂലഗ്രഹോദയേ
ജജ്ഞേ വംശധര പാണ്ഡോർ ഭൂയ പാണ്ഡുരിവൗജസ. ഇതാണ് 12ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത സർവഗുണോദർക്കേ സാനുകൂലഗ്രഹോദയേ ജജ്ഞേ വംശധര പാണ്ഡോ ഭൂയ പാണ്ഡും ഇവ ഓജസ. അടുത്ത ശ്ലോകം, ശ്ലോകം 13. തസ്യ പ്രീതമനാ രാജാ വിപ്രൈർധൗമ്യകൃപാദിഭിഃ ജാതകം കാരയാമാസ വാചയിത്വാ ച മംഗളം. ഇതാണ് 13ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്യ പ്രീതമനാഃ രാജാ വിപ്രൈഃ ധൗമ്യകൃപാദിഭിഃ ജാതകം കാരയാമാസ വാചയിത്വാ ച മംഗളം. അടുത്ത ശ്ലോകം, ശ്ലോകം 14. ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതിർവരാൻ പ്രാദാത്സ്വന്നഞ്ച വിപ്രേഭ്യഃ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. ഇതാണ് 14ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ ഹസ്ത്യശ്വാൻ നൃപതി വരാൻ പ്രാദാത് സ്വന്നം ച വിപ്രേഭ്യഃ പ്രജാതീർത്ഥേ സഹ തീർത്ഥവിത്. അടുത്ത ശ്ലോകം, ശ്ലോകം 15. തമൂജുർബ്രാഹ്മണാസ്തുഷ്ടാ രാജാനം പ്രശ്രയാന്വിതം ഏഷ ഹ്യസ്മിൻ പ്രജാതന്തൗ പുരൂണാം പൗരവഋഷഭ. ഇതാണ് 15ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തം ഊചുഹു ബ്രാഹ്മണാഃ തുഷ്ടാഃ രാജാനം പ്രശ്രയാന്വിതം ഏഷഃ ഹി അസ്മിൻ പ്രജാതന്തൗ പുരൂണാം പൗരവഋഷഭ. അടുത്ത ശ്ലോകം, ശ്ലോകം 16. ദൈവേനാപ്രതിഘാതേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാതോവോനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. ഇതാണ് 16ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദൈവേന അപ്രതിഘാതേന ശുക്ലേ സംസ്ഥാം ഉപേയുഷി രാധഃ വഃ അനുഗ്രഹാർത്ഥായ വിഷ്ണുനാ പ്രഭവിഷ്ണുനാ. അടുത്ത ശ്ലോകം, ശ്ലോകം 17. തസ്മാന്നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാ ഭവിഷ്യതി ന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ഇതാണ് 17ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്മാത് നാംനാ വിഷ്ണുരാധ ഇതി ലോകേ ബൃഹശ്രവാഃ ഭവിഷ്യതി ന സന്ദേഹഃ മഹാഭാഗവതഃ മഹാൻ. അടുത്ത ശ്ലോകം, ശ്ലോകം 18. യുധിഷ്ഠിര ഉവാച അപ്യേഷ വംശ്യാൻ രാജഋഷീൻ
പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തിത സ്വിദ്യശസാ സാധുവാദേന സത്തമാ. ഇതാണ് 18-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അപി ഏഷഃ വംശ്യാൻ രാജഋഷീൻ പുണ്യശ്ലോകാൻ മഹാത്മനഃ അനുവർത്തിത സ്വിത് യശസാ സാധുവാദേന സത്തമാഹ. അടുത്ത ശ്ലോകം 19. ബ്രാഹ്മണ ഊജു പാർത്ഥ പ്രജാവിത സാക്ഷാദിക്ഷ്വാകുരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശരഥിര്യഥാ. ഇതാണ് 19-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പാർത്ഥ പ്രജാഃ അവിതാ സാക്ഷാത് ഇക്ഷ്വാകു ഇവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധ ച രാമ ദാശരഥി യഥാ. അടുത്ത ശ്ലോകം 20. ഏഷ ദാതാ ശരണ്യശ്ച യഥാ ഹ്യൗഷീനരഃ ശിബിഃ യശോ വിതനിതാ സ്വാനാം ദൗഷ്യന്തിരിവ യജ്വനാം. ഇതാണ് 20-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏഷഃ ദാതാ ശരണ്യഃ ച യഥാ ഹി ഔഷീനരഃ ശിബിഃ യശഃ വിതനിതാ സ്വാനാം ദൗഷ്യന്തി ഇവ യജ്വനാം. അടുത്ത ശ്ലോകം 21. ധന്വിനാമഗ്രണീരേഷ തുല്യശ്ചാർജുനയോർദ്വയോ ഹുതാശ ഇവ ദുർധർഷ സമുദ്ര ഇവ ദുസ്തര. ഇതാണ് 21-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധന്വിനാം അഗ്രണീഹി ഏഷഃ തുല്യഃ ച അർജുനയോഃ ദ്വയോഃ ഹുതാശ ഇവ ദുർധർഷ സമുദ്രഃ ഇവ ദുസ്തരഃ. അടുത്ത ശ്ലോകം 22. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിതിക്ഷുർവസുധേവാസൗ സഹിഷ്ണു പിതരാവിവ. ഇതാണ് 22-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മൃഗേന്ദ്രഃ ഇവ വിക്രാന്തഃ നിഷേവ്യഃ ഹിമവാൻ ഇവ തിതിക്ഷു വസുധാ ഇവ അസൗ സഹിഷ്ണു പിതരൗ ഇവ. അടുത്ത ശ്ലോകം 23. പിതാമഹ സമഃ സാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയഃ സർവഭൂതാനാം യഥാ ദേവോ രമാശ്രയഃ. ഇതാണ് 23-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പിതാമഹ സമഃ സാമ്യേ പ്രസാദേ ഗിരിശോപമ ആശ്രയ സർവഭൂതാനാം യഥാ ദേവഃ രമാശ്രയഃ. അടുത്ത ശ്ലോകം 24.
സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനുവ്രത രന്തിദേവ ഇവോദാരോ യയാതിരിവ ധാർമ്മിക. ഇതാണ് 24-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷഃ കൃഷ്ണം അനുവ്രതഃ രന്തിദേവ ഇവ ഉദാരഃ യയാതിഃ ഇവ ധാർമ്മികഃ. അടുത്ത ശ്ലോകം 25. ധൃത്യാ ബലിസമഃ കൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തൈഷോശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഇതാണ് 25-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധൃത്യാ ബലിസമഃ കൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്ത ഏഷഃ അശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. അടുത്ത ശ്ലോകം 26. രാജഋഷീണാം ജനയിതാ ശാസ്താ ചോത്പഥഗാമിനാം നിഗ്രഹീതാ കലേരേഷ ഭുവോ ധർമ്മസ്യ കാരണാത്. ഇതാണ് 26-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. രാജഋഷീണാം ജനയിതാ ശാസ്താ ച ഉത്പഥഗാമിനാം നിഗ്രഹീതാ കലേഃ ഏഷഃ ഭുവഃ ധർമ്മസ്യ കാരണാത്. അടുത്ത ശ്ലോകം 27. തക്ഷകാദാത്മനോ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപത്സ്യത ഉപശ്രുത്യ മുക്തസംഗഃ പദം ഹരേ. ഇതാണ് 27-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തക്ഷകാത് ആത്മനഃ മൃത്യും ദ്വിജപുത്രോപസർജിതാത് പ്രപത്സ്യതേ ഉപശ്രുത്യ മുക്തസംഗഃ പദം ഹരേഃ. അടുത്ത ശ്ലോകം 28. ജിജ്ഞാസിതാത്മയാഥാത്മ്യോ മുനേർവ്യാസസുതാദസൗ ഹിത്വേദം നൃപഗംഗായാം യാസ്യത്യദ്ധാകുതോ ഭയം. ഇതാണ് 28-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ജിജ്ഞാസിതാത്മയാഥാത്മ്യ മുനേഃ വ്യാസസുതാത് അസൗ ഹിത്വാ ഇദം നൃപ ഗംഗായാം യാസ്യതി അദ്ധാ അകുതോ ഭയം. അടുത്ത ശ്ലോകം 29. ഇതിരാജ്ഞ ഉപാദിശ്യ വിപ്രാ ജാതകകോവിദാ ലബ്ധാപചിതയഃ സർവേ പ്രതിജഗ്മുഃ സ്വകാൻ ഗൃഹാൻ. ഇതാണ് 29-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇതി രാജ്ഞേ ഉപാദിശ്യ വിപ്രാഹ ജാതകകോവിദാഃ ലബ്ധാപചിതയഃ സർവേ പ്രതിജഗ്മുഃ സ്വകാൻ ഗൃഹാൻ. അടുത്ത ശ്ലോകം 30.
സയേഷ ലോകേ വിഖ്യാത പരീക്ഷിതിതി യത് പ്രഭു ഗർഭേ ദൃഷ്ടമനുധ്യായൻ പരീക്ഷേത നരേഷ്വിഹ. ഇതാണ് 30-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഹ ഏഷഃ ലോകേ വിഖ്യാത പരീക്ഷിത് ഇതി യത് പ്രഭുഃ ഗർഭേ ദൃഷ്ടം അനുധ്യായൻ പരീക്ഷേത നരേഷു ഇഹ. അടുത്ത ശ്ലോകം 31. സരാജപുത്രോ വവൃധേ ആശു ശുക്ല ഇവോടുപ ആപൂര്യമാണഃ പിതൃഭിഃ കാഷ്ഠാഭിരിവസോന്നവഹം. ഇതാണ് 31-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഹ രാജപുത്രഃ വവൃധേ ആശു ശുക്ലഃ ഇവ ഉഡുപഃ ആപൂര്യമാണഃ പിതൃഭിഃ കാഷ്ഠാഭിഃ ഇവ സഹ അന്വഹം. അടുത്ത ശ്ലോകം 32. യക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയാ രാജാലബ്ധധനോ ദധ്യാവന്യത്ര കരദണ്ഡയോ. ഇതാണ് 32-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യക്ഷ്യമാണഃ അശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയാ രാജാ അലബ്ധധനഃ ദധ്യൗ അന്യത്ര കരദണ്ഡയോഃ. അടുത്ത ശ്ലോകം 33. തദഭിപ്രേതമാലക്ഷ്യ ഭ്രാതരോച്യുതചോദിതാ ധനം പ്രഹീണമാജഹ്രുരുദീച്യാം ദിശി ഭൂരിശ. ഇതാണ് 33-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തദഭിപ്രേതം ആലക്ഷ്യ ഭ്രാതരഃ അച്യുതചോദിതാഃ ധനം പ്രഹീണം ആജഹ്രുഹു ഉദീച്യാം ദിശി ഭൂരിശഃ. അടുത്ത ശ്ലോകം 34. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞൈഃ സമയജദ്ധരിം. ഇതാണ് 34-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തേന സംഭൃത സംഭാര ധർമ്മപുത്ര യുധിഷ്ഠിര വാജിമേധൈഃ ത്രിഭിഃ ഭീതഃ യജ്ഞൈഃ സമയജത് ഹരിം. അടുത്ത ശ്ലോകം 35. ആഹൂതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഇതാണ് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ആഹൂത ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈഃ നൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. അടുത്ത ശ്ലോകം 36. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം.
തതോ രാജ്ഞാഭ്യനുജ്ഞാതഃ കൃഷ്ണയാ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തതഃ രാജ്ഞാ അഭ്യനുജ്ഞാതഃ കൃഷ്ണയാ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനഃ യദുഭിഃ വൃതഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ പരീക്ഷിജ്ജന്മാദ്യുത്കർഷോ നാമ 12-ഓധ്യായ.